നമസ്കാരം. വിബിസിയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. മനസ്സ് തൊട്ടറിയുന്ന വിശ്വാസം. കല്യാൺ ജുവലേഴ്സ്. വിശ്വാസം അതല്ലേ എല്ലാം. വിവിധ കേന്ദ്രങ്ങളിൽ ലോക വയോജന ദിനാചരണം നടത്തി. സ്റ്റോക്കില്ലെന്ന കാരണം പറഞ്ഞ് വിതരണം മുടക്കിയതിനെ തുടർന്ന് തൊടുപുഴ ഗ്യാസ് ഏജൻസിയിൽ ബഹളം. NBS പുസ്തകമേളയ്ക്ക് തൊടുപുഴയിൽ തുടക്കമായി. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വർഗീസ്. വെള്ളിയമ്പറ്റം ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര മാലിന്യ നിർമ്മാർജ്ജന ശില്പശാല നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ രാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് ലോക്സഭാ സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനം PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. കള്ളുഷാപ്പുകൾ ഒറ്റയടിക്ക് പൂട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. മദ്യനിരോധനം കോൺഗ്രസ് നയം. വാർത്തകൾ വിശദമായി. സാമൂഹ്യ സുരക്ഷാ മിഷൻ, സാമൂഹ്യ ക്ഷേമ വകുപ്പ്, തൊടുപുഴ നഗരസഭ, ലേൺസ് ക്ലബ്ബ് തൊടുപുഴ എലൈറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജന ദിനാചരണം നടത്തി. തൊടുപുഴ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ പോലീസ് SI അബ്ദുൽ കരീം ക്ലാസ് എടുത്തു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സുബൈദ സെയ്ദ് മുഹമ്മദ്, ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസർ SR പുഷ്പരാജ്, ലേൺസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴ എലൈറ്റ് പ്രസിഡന്റ് റോയി ലൂക്ക്, വയോമിത്രം കോഓർഡിനേറ്റർ എബി വർഗീസ്, മുനിസിപ്പൽ കൌൺസിലർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ കലാപരിപാടികളും നടത്തി. അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുവാനും വേണ്ടി മുമ്പോട്ട് വന്നിരിക്കുന്ന നമുക്കല്ല. തൊടുപുഴ നഗരസഭയെ പറ്റി പറയുമ്പോൾ ഇവിടെ 20 സെന്ററുകളിലായി ഇടവിട്ടി ഡിപ്പോ അംഗൻവാടിയുടെയും പ്രണവം ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ ലോക വയോജനം ആചരിച്ചു. വാർഡ് മെമ്പർ ഗീത ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജയകൃഷ്ണൻ പുതിയടത്ത് അധ്യക്ഷത വഹിച്ചു. പത്മാവതി രഘുനാഥ്, PN സുധീർ, ഓമന മേനോൻ, കൃഷ്ണകൃപ, ഉഷ സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നാരായണൻ നായർ കുത്തുങ്കര, അമ്മു നാരായണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മാതാപിതാക്കളെ ചെറുപ്പത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി മുണ്ട് മുറുക്കി കൊടുത്ത് ഒത്തിരി പട്ടിണി കിടന്ന് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മളെ ഇന്നത്തെ യുവതലമുറയെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി നൽകിയത്. ആ കാലത്തൊക്കെ ദാരിദ്ര്യമുണ്ടായിരുന്നു. ഇന്നങ്ങനെ ദാരിദ്ര്യവും പട്ടിണിയും ഒന്നും ഒരിടത്തുമില്ല. പഴയ കാലഘട്ടത്തില് നമുക്കറിയാം ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി നമ്മളെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്കറിയാം. എന്റെ വല്യമ്മയുടെ സമയത്ത് എന്നെ എടുത്തുകൊണ്ടാണ് ചാലക്കുടി സ്കൂളിൽ കൊണ്ടുപോയിരുന്നത്. അതുപോലെ എല്ലാ കാര്യത്തിനും അച്ഛനേക്കാളും അമ്മയേക്കാൾ കൂടുതൽ എന്നെ. പൂമാല ഗവൺമെന്റ് ട്രൈബൽ HSS കളിത്തട്ട് വിദ്യാ പദ്ധതിയുടെ ഭാഗമായി സ്വാതന്ത്ര്യം വൃദ്ധജന സമ്പർക്ക പരിപാടി നടത്തി. പരിപാടിയുടെ ഭാഗമായി നടത്തിയ മെഡിക്കൽ പരിശോധനയ്ക്ക് നാളിയാനി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ വിനോദ് K ജോസിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീം നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ രാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ BG രവികുമാർ, ഷീബ മുഹമ്മദ്, ശശികുമാർ കിഴക്കേടം, PN സന്തോഷ്, PN വിശ്വനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമുക്ക് ഓരോരുത്തർക്കും അനുഭവമുണ്ട്. നമ്മുടെ കാരണവന്മാരെ ആദരിക്കുന്നു. അതുപോലെ അവരിൽ നിന്ന് നമുക്ക് വരുന്ന സ്നേഹപരിപാടികൾ, അവർ നമ്മുടെ വീടിൻ്റെ പൂർവിക സ്വത്താണ്. നമ്മളെല്ലാവർക്കൊരു വിഷമം ബുദ്ധിമുട്ട്. ലോക വയോജന ദിനാചരണത്തോടനുബന്ധിച്ച് പെരുമ്പള്ളിച്ചിറ അല്ലസർ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് NSSന്റെയും റെഡ് റിബൺ ക്ലബിന്റെയും സഹകരണത്തോടെ സന്നദ്ധ രക്തദാന ക്യാമ്പ് നടത്തി. XMB K ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ PA മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. അല്ലസർ ഗ്രൂപ്പ് ചെയർമാൻ KM മൂസ, ഇടുക്കി NRHM DPM ഡോക്ടർ CV ജേക്കബ്, ഡോക്ടർ CJ അലോഷ്യസ്, ഡോക്ടർ ജോസ്, KR അനിതകുമാരി, ജയചന്ദ്രൻ, PS സലിംകുട്ടി, ജോളി അഗസ്റ്റിൻ, അനീഷ് ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു.
സന്നദ്ധ രക്തദാനം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി പ്രത്യേകിച്ചൊരു രക്തത്തിൻ്റെ ഒരു അത്യാവശ്യം ഇല്ലാത്ത സമയത്ത് തന്നെ സ്വയം സന്നദ്ധരായി രക്തബാങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിൽ രക്തം കൊടുക്കുന്നതിനാണ് സന്നദ്ധ രക്തദാനം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് പെട്ടെന്നൊരു അത്യാഹിതം വരുമ്പോൾ മാത്രം നമ്മൾ ഓടിച്ചെന്ന് നമ്മുടെ ഒരു ബന്ധുവിന് രക്തം കൊടുക്കുക, അത് സന്നദ്ധ രക്തദാനം ഇതിൽ പെടുന്നില്ല. പക്ഷേ നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിച്ചതിന് ശേഷം ഈ കാര്യത്തിൽ വളരെയധികം സ്റ്റോക്ക് ഉണ്ടായിട്ടും ഗ്യാസ് കുറ്റികൾ വിതരണം നിർത്തിവെച്ചത് ബഹളത്തിന് കാരണമായി. ഒളമറ്റത്തുള്ള ജിയോ ഗ്യാസ് ഏജൻസിയിലാണ് ഉപഭോക്താക്കൾ ബഹളം വെച്ചത്. സ്റ്റോക്കില്ലെന്ന കാരണം പറഞ്ഞ് ബുക്ക് ചെയ്യാൻ ചെന്നവരെ മടക്കി അയക്കുകയായിരുന്നു. എന്നാൽ സ്റ്റോക്ക് വെളിപ്പെടുത്താൻ ഏജൻസി അധികൃതർ വിസമ്മതിച്ചതോടെ ഉപഭോക്താക്കൾ സപ്ലൈ ഓഫീസർക്ക് പരാതി അയച്ചതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ സ്റ്റോക്ക് ഉള്ളതായി കണ്ടെത്തി. ബുക്ക് ചെയ്തവർക്ക് ടോക്കൺ നൽകിയതോടെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച ഉപഭോക്താക്കൾ മടങ്ങി. തൊണ്ടിക്കുഴ ഗവൺമെന്റ് UP സ്കൂളിൽ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഫിയ ബഷീർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് AK അബു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാഗസിൻ പ്രകാശനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK സുഭാഷ് കുമാർ നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ CC രാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജയകൃഷ്ണൻ പുതിയടത്ത്, മാതൃസംഗമം ചെയർപേഴ്സൺ ഖദീജ അസീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വാർഡ് മെമ്പർ ഗീത ചന്ദ്രൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി KS അബ്ദുൽ ഖാദർ നന്ദിയും പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് എല്ലാം പ്രാക്ടിക്കലായി നാം ചിന്തിക്കുക, എല്ലാം പ്രാക്ടിക്കലായി നാം ചെയ്തു പഠിക്കുക എന്നാണ് ഇന്നത്തെ നിയമം. പണ്ടൊക്കെ പഠിക്കുമ്പം പുസ്തകത്തിൽ കുറെ കാണാതെ പഠിച്ച് കുട്ടികൾ പരീക്ഷ എഴുതി. NBS ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പുസ്തകോത്സവത്തിന് തുടക്കമായി. തൊടുപുഴ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് നിർവഹിച്ചു. ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് SD സതീശൻ നായർ, ലൈബ്രറി കൌൺസിൽ ജില്ലാ സെക്രട്ടറി KM ബാബു, ആംബൽ ജോർജ്, കോഓർഡിനേറ്റർ അഡ്വക്കേറ്റ് H കൃഷ്ണകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്പാദിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കുക എന്ന ലക്ഷ്യമാണ് ഈ MBS ബുക്ക് സ്റ്റാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തൊടുപുഴയിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പുസ്തകോത്സവം, അതിലൂടെ ധാരാളം പുസ്തകങ്ങൾ ഇവിടെ വിറ്റഴിക്കുന്നു. ചില പുസ്തകങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള സബ്സിഡി കൊടുക്കും. ഇത് തൊടുപുഴയിൽ ഈ പുസ്തകോത്സവം നടത്തപ്പെടുമ്പോൾ തൊടുപുഴക്കാരായ വായനാ താല്പര്യരായ ധാരാളം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിൽ ഒക്ടോബർ 3-ന് സംസ്ഥാന വ്യാപകമായി വ്യാപാരികൾ പണിമുടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഓഫീസ് മാർച്ച് നടത്തും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മാരിൽ കൃഷ്ണൻ നായർ, ട്രഷറർ സുബീർ S മുഹമ്മദ്, യൂണിറ്റ് പ്രസിഡന്റ് R രമേശ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MN ബാബു, തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് NP ഷാക്കോ എന്നിവർ പങ്കെടുത്തു. എല്ലാവരും ഈ വരുന്ന 3-ാം തീയതി ബുധനാഴ്ച സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട്, കടകൾ അടച്ചിട്ടുകൊണ്ട് അവർ പണിമുടക്കുവാനും പണിമുടക്കിയ വ്യാപാരികൾ ജില്ലാ ഫുഡ് സേഫ്റ്റി കമ്മീഷണറുടെ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തുവാനുമാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും എല്ലാ തൊടുപുഴ ഫാർമേഴ്സ് ക്ലബിന്റെയും ഗോൾഡൻ ചേസീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓരോ വീട്ടിലും ജൈവ ഫ്രഷ് ഫ്രൂട്ട്സ് പദ്ധതി പ്രകാരം ലാഭകരമായ ഫലവൃക്ഷങ്ങളുടെ കൃഷിരീതികളും സാധ്യതകളും എന്ന വിഷയത്തിൽ പരിശീലന ക്ലാസ് നടത്തി. തൊടുപുഴ ഗോൾഡൻ ചേസീസ് ഹാളിൽ നടന്ന ക്ലാസ് ജില്ലാ കൃഷി ഓഫീസർ VM ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഹോംഗ്രൗൺ MD ജോസ് കൊണ്ടുപറമ്പിൽ, കോശേരിൽ ഫാമുടമ കുര്യൻ കോശേരിൽ, നാഷണൽ അവാർഡ് വിന്നർ ജോസി കൊച്ചുകുടിയിൽ, മാത്യു മടത്തിക്കണ്ട, K പങ്കജാഷൻ തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ടോം ചെറിയാൻ, രാജീവ് മാനത്തിൽ, ഷൈജോ ചെറുനിലം തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടവെട്ടി പഞ്ചായത്ത് പ്രണോം ലൈബ്രറിയുടെയും ഗോൾഡൻ ചേസീസിന്റെയും വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വർഗീസ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കമ്മിറ്റിയെ ഒറ്റക്കെട്ടായി നിർത്തി അഴിമതിരഹിതമായ പ്രവർത്തനമാണ് നടത്തിവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നടത്തിവരുന്ന അപവാദ പ്രചരണങ്ങൾ അവസാനിപ്പിക്കുക. KP വർഗീസ്.
വണ്ണപ്പുറം ഏതാനും ദിവസങ്ങളായി വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും പ്രത്യേകിച്ച് പ്രസിഡന്റിനുമെതിരായി ചിലർ നടത്തി വരുന്ന അപവാദ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KP വർഗീസ് ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന കുമാരമംഗലം MKNM-HSS-ൽ മാധ്യമം വെളിച്ചം പദ്ധതിക്ക് തുടക്കമായി. കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പങ്കജാക്ഷ നായർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ KK ദാസ്, സ്റ്റാഫ് സെക്രട്ടറി മിനി S നായർ, മാധ്യമം BDO C ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഹെഡ് മിസ്ട്രസ് വിജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു. ഈഫൽ റെസിഡൻസി MD PK രമേശാണ് പത്രം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആരുടെ കയ്യിലാണോ അറിവിരിക്കുന്നത് അവരാണ് ഭാവി സമൂഹത്തെ നിയന്ത്രിക്കാൻ പോകുന്നത്. ഗതകാലത്ത് അങ്ങനെയല്ലായിരുന്നു. ആരുടെ കയ്യിലാണോ കൂടുതൽ സ്വത്തുണ്ടായിരുന്നത് അവരാണ് സമൂഹത്തെ നിയന്ത്രിച്ചിരുന്നത്. ദളിത് മഹാസഭയുടെ നേതൃത്വത്തിൽ പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷീസ് പീറ്ററിന് സ്വീകരണവും പദ്ധതി വിശദീകരണവും നടത്തി. തൊടുപുഴ PWD റെസ്റ്റ് ഹൌസ് ഹാളിൽ നടന്ന സമ്മേളനം ദളിത് മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് CS മുരളി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കുഞ്ഞ പഴന്താരിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KM സാബു മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗത സംഘം കൺവീനർ C റെജി, K ജോൺ പോൾ, സിനി സെബാസ്റ്റ്യൻ, TC ചാക്കോ, KP രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമുക്കറിയാം, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ ഒഴിവാക്കലുകൾ കൊണ്ടോ കാര്യമായി പരിഗണിക്കപ്പെടാത്ത ഒരു കോർപ്പറേഷനാണോ കേരള പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വികസന. വെള്ളിമറ്റം ഗ്രാമപഞ്ചായത്ത് PHC 4-5 വാർഡുകളിലെ ശുചിത്വ കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സമഗ്ര മാലിന്യ നിർമ്മാർജ്ജന ശില്പശാല നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ രാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ മെർലി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോയി മൈലാടി മുഖ്യപ്രഭാഷണം നടത്തി. ശുചിത്വ മിഷൻ ഇടുക്കി ടെക്നിക്കൽ അഡ്വൈസർ രാമചന്ദ്രൻ കരിങ്കുന്നം വിഷയാവതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മോഹൻദാസ് പുതുശ്ശേരി, അബ്ദുൾ നിസാർ, ശാന്ത ഗോപാലൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ TK പ്രഭാകരൻ, LHICU സൂസൻ, JHI MS ബിജി, നിഷ അലിയാർ, PA മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ അതിരൂക്ഷമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മാലിന്യങ്ങളും അതിനോടനുസരിച്ച് മറ്റ് രോഗങ്ങളൊക്കെ. അപ്പോൾ ഇതേപ്പറ്റി നമ്മുടെ ബഹുമാന്യമായ സാറ് നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളേവരും ഒരു മുഷിയും കൂടാതെ ക്ലാസ് നല്ല രീതിയിൽ അപഗ്രഹിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മുടെ വീട്. ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ AITUC ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വാഴൂർ സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. TR ശശിധരൻ അധ്യക്ഷത വഹിച്ചു. K സലിംകുമാർ, MG ശേഖരൻ, PP ജോയി, NM സേതു മുഹമ്മദ്, P പുലിക്കുട്ടി, MK പ്രിയൻ, KN വാസു, TM മുരുകൻ എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി വാഴൂർ സോമൻ പ്രസിഡന്റ്, TR ശശിധരൻ വർക്കിംഗ് പ്രസിഡന്റ്, P പുലിക്കുട്ടി, NM സേതു മുഹമ്മദ്, MB നാസർ, MK പ്രിയൻ, K സലിംകുമാർ, KN വാസു, TM മുരുകൻ, MS കാസിം, R വിനോദ്, P മുത്തുപ്പാണ്ടി എന്നിവരെയും തെരഞ്ഞെടുത്തു. APL BPL വ്യത്യാസമില്ലാതെ 2 രൂപ അരി ലഭ്യമാക്കുന്നതിനും അന്നത്തെ LDF സർക്കാർ തയ്യാറായി. വളരെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ നേതൃത്വം കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസ് ലോകസഭാ സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനം PT തോമസ് MB ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. T സിദ്ദിഖ്, റോയ് K പൗലോസ്, CP മാത്യു, ജോൺ നെടിയപ്പാല, ജിയോ മാത്യു, ബിജോ മാണി, അനീഷ് കിഴക്കൽ, ജാഫർ ഖാൻ മുഹമ്മദ്, NA ബെന്നി, മുഹമ്മദ് അൻഷാദ് എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ആ പാർലമെന്റിൽ നിൽക്കുന്ന പ്രധാനമന്ത്രി എന്നുള്ളതും ഈ രാജ്യത്തിന്റെ ഓരോ ദിവസത്തെയും ജനാധിപത്യം പ്രതിബിംബിക്കുന്ന ഒരു ജനാധിപത്യ സ്ഥാപനമാണ്. അതും സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടുകൂടി ചർച്ചയ്ക്ക് ലേലം ചെയ്യാതെ വിളിക്കാൻ തീരുമാനിച്ചു. അതിനെയാണ് CRDA റിപ്പോർട്ട് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഈ CRDA പറ്റി നമ്മൾ ആക്ഷേപം പറയുന്നില്ല. പക്ഷേ